കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി കഥകളുണ്ട്. സംഭവം കുട്ടിക്കഥകളാണെങ്കിലും വല്ലാത്തൊരു ഡെപ്ത് പല കഥകൾക്ക് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. ഒരിക്കലൊരു ആ കുട്ടി ഏറ്റവും ശക്തമായത് എന്താണ്, ശക്തനാരാണെന്ന് അറിയാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ കുട്ടിക്ക് മനസ്സിലായി വളരെ ശക്തിയുള്ളതാണ് ഇരുമ്പ്. അങ്ങനെ കുട്ടി ഇരുമ്പിൻ്റെ അടുത്തെത്തി. ഇരുമ്പിനോട് ചോദിച്ചു, ഇരുമ്പേ, നീയാണല്ലോ ഏറ്റവും ശക്തൻ, നീ എല്ലാത്തിനെയും അടിച്ച് പൊട്ടിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇരുമ്പ് പറഞ്ഞു, ശരിയാണ്, ഞാൻ വളരെ ശക്തനാണ്, പക്ഷേ തീക്ക് എന്നെ ഉരുക്കി കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി തീക്കാണ് ശക്തി. അങ്ങനെ കുട്ടി തീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീയാണല്ലേ ഏറ്റവും ശക്തൻ. തീ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തിനെയും കത്തിച്ച് ദഹിപ്പിക്കാൻ പറ്റും, പക്ഷേ വെള്ളത്തിന് എന്നെ കിടത്തി കളയാൻ പറ്റും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി വെള്ളത്തിനാണ് ശക്തി. അങ്ങനെ കുട്ടി വെള്ളത്തിൻ്റെ അടുത്തുനിന്നു, നീയാണല്ലേ ഏറ്റവും ശക്തൻ. അപ്പോൾ വെള്ളം പറഞ്ഞു, ഞാൻ ശക്തനാണ്, പക്ഷേ സൂര്യൻ താപമേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആവിയായി പോകേണ്ടി വരും, സൂര്യന് എന്നേക്കാളും ശക്തിയുണ്ട്. അങ്ങനെ കുട്ടി സൂര്യൻ്റെ അടുത്തിരുന്നു, സൂര്യൻ, നീയാണല്ലേ ഏറ്റവും ശക്തൻ. അപ്പോൾ സൂര്യൻ പറയും, ഞാൻ ശക്തനാണ്, എനിക്ക് വലിയ താപമുണ്ട്, എല്ലാവരെയും ദഹിപ്പിക്കുന്ന രീതിയിലുള്ള ചൂടുണ്ട്, പക്ഷേ മേഘങ്ങൾ വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വെളിച്ചമൊന്നും പുറത്തോട്ട് വരില്ല, മേഘത്തിന് എന്നേക്കാളും ശക്തിയുണ്ട്. അങ്ങനെ കുട്ടി മേഘത്തിൻ്റെ അടുത്ത് ചെല്ലും, മേഘമേ, നീയാണ് ഏറ്റവും ശക്തനെന്നാണ് സൂര്യൻ പറയുന്നത്. അപ്പോൾ മേഘം അത് സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് മേഘം പറയും, പക്ഷേ കാറ്റിന് എന്നെ നീക്കിക്കൊണ്ടു പോകാൻ പറ്റും, കാറ്റിന് എന്നേക്കാളും ശക്തിയുണ്ട്. അങ്ങനെ കുട്ടി കാറ്റിൻ്റെ അടുത്ത് ചെല്ലും, കാറ്റേ, മേഘത്തെക്കാളും ശക്തൻ നീയാണ്, അപ്പോൾ നീയാണോ ലോകത്തെ ഏറ്റവും വലിയ ശക്തി. കാറ്റ് പറയും, ഞാൻ എല്ലാത്തിനെയും പറപ്പിച്ച് കളയാൻ ശക്തനാണ്, പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും പർവ്വതങ്ങളെ, മലകളെ ഒന്നിക്ക് നീക്കാൻ പോലും പറ്റാറില്ല. അങ്ങനെ കുട്ടി മലയുടെ അടുത്ത് ചെല്ലും, മല, നീയാണ് ഏറ്റവും ശക്തനെന്നാണ് കാറ്റ് പറയുന്നത്, ശരിയാണോ. അപ്പോൾ മല പറയും, പർവ്വതങ്ങൾ പറയും, ഞാനാണ് ശക്തൻ, പക്ഷേ എന്നെ തവിട് പൊടിയാക്കാൻ ശക്തിയുള്ള മനുഷ്യരുണ്ട്, അവരെന്നെ പൊട്ടിച്ചിതറിക്കാറുണ്ട്, പാറക്കല്ലുകളാക്കാറുണ്ട്, വീണ്ടും ഓടിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്നേക്കാളും ശക്തിയുണ്ട്. കുട്ടിക്ക് മനസ്സിലാവും, മനുഷ്യനാണ് ശക്തി. അങ്ങനെ കുട്ടി ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് പറയും, ഗുരു, മനുഷ്യനാണോ ഏറ്റവും ശക്തൻ. ഞാൻ കുറച്ച് നേരം കണ്ണുകളടച്ച് ഇങ്ങനെ ധ്യാനിച്ചിട്ട് പറയും, മനുഷ്യൻ ശക്തനാണ്, അവൻ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന രീതിയിൽ വലിയ കഴിവുള്ള തന്നെയാണ്, പക്ഷേ മനുഷ്യന് മരണത്തെ കീഴടക്കാൻ പറ്റാറില്ല, മരണം മനുഷ്യനെയും കീഴടക്കുന്ന ശക്തനാണ്. അങ്ങനെ കുട്ടി മരണത്തിൻ്റെ അടുത്ത് ചെല്ലും, മരണമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ. അപ്പം മരണം വരും, ശരിയാണ്, ഞാൻ കീഴടക്കാത്ത മനുഷ്യരില്ല, എല്ലാവരും ഞാൻ കീഴടക്കും, പക്ഷെ ഒരിക്കലും ഞാൻ ഒരു മനുഷ്യനെ കീഴടക്കി. 3 ദിവസം വരെ ഞാൻ അവനെ പിടിച്ചു നിർത്തി, പക്ഷെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പേരാണ് നസ്രായനായ യേശുക്രിസ്തു, ദൈവപുത്രൻ.